ഇടത് സർക്കാരിന്റെ വികസന പ്രവൃത്തികൾ ഇത്തവണയും ചവറയിൽ വോട്ടായി മാറുമെന്ന് LDF സ്ഥാനാർത്ഥി സുജിത് വിജയൻപിള്ള. മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ടായി. തനിക്കെതിരായ പ്രചാരണങ്ങൾ വോട്ടർമാർ തള്ളിക്കളയും. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നും സുജിത് വിജയൻപിള്ള മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചവറയിൽ ഇത്തവണയും ഇടതുപക്ഷത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് ഡോക്ടർ സുജിത് വിജയൻപിള്ള തന്നെയാണ്. നിലവിലെ MLA ആണ്. അപ്പോൾ അതിന്റെ ഒരു അനുകൂല ഘടകം ഉൾപ്പെടെ മണ്ഡലത്തിലുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എല്ലാ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം. ചവറ ഇത്തവണ എങ്ങനെ വിധി എഴുതുമെന്നാണ് കരുതുന്നത്? കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാന വികസനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞെന്നുള്ളതാണ് MLA അവകാശപ്പെടുന്നത്. അടിസ്ഥാന വികസനം, പശ്ചാത്തല വികസനം, എല്ലാ റോഡുകളും BMBC ആക്കി. അതേപോലെ പഞ്ചായത്ത് റോഡുകൾ, ഇത് തൊട്ട് നിങ്ങൾ കൊണ്ട് വന്ന പഞ്ചായത്ത് റോഡുകൾ അടക്കം BMBC ആക്കി. ഇതിലെല്ലാം ബഡ്ജറ്റ് ഫണ്ടും MLA ഫണ്ടും ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൂടാതെ വൻകിട ബജറ്റ് പ്രോജക്റ്റുകളുണ്ട്. അതും ഈ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഇപ്പം കേരളത്തിലെ ആദ്യത്തെ ഓഷ്യനേറിയം 300 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ചവറ മണ്ഡലത്തിലാണ് വരുന്നത്. അത് ഈ സമുദ്ര മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കുവാനും ടൂറിസവും ഒക്കെ ആയിട്ട് 100 കോടി രൂപയുടെ മാരിടൈം മുടങ്ങിക്കിടക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. 100 കോടി രൂപ PPP മോഡൽ, ഒരു മിനി ഷിപ്പ് യാർഡ് അടക്കം പദ്ധതിയാണ്. അതിന്റെ നേരത്തെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആയി, പത്രം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോഴത്തെ തൊഴിൽ സാധ്യത, ഇപ്പം നമ്മൾ നെറ്റ് ഫാക്ടറി ഗവൺമെന്റ് തന്നെ തുടങ്ങുകയാണ്, മത്സ്യഫെഡ് തുടങ്ങുകയാണ്. അവിടെ 500 പേർക്ക് തൊഴിൽ സാധ്യതയുണ്ട്. 62 കോടി രൂപയുടെ പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ബോട്ട് ബിൽഡിംഗ് യാർഡ് പണി കഴിഞ്ഞു. അവിടെയും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ മാറ്റമുണ്ടാകും. KMMലോട് ബന്ധപ്പെട്ട് തന്നെ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഇത്തവണയും മത്സരം കഴിഞ്ഞ തവണ മത്സരിച്ചവരാണ്. അതായത് 2 അധികാരികളുടെ മക്കൾ ഏറ്റുമുട്ടും എന്നുള്ളതാണ് ചവറ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട ഒരു പ്രത്യേകത. അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇത്തവണയും. ഇങ്ങനെ കാണുന്നു. വലിയ വെല്ലുവിളി ഉണ്ടാകുമോ? അതെ ജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണോ? ജനങ്ങൾ കൂടെ നിൽക്കും. ഇത് വ്യക്തികൾക്ക് അതീതമായിട്ട് ഇതിനതൊരു രാഷ്ട്രീയമുണ്ടല്ലോ. ഈ രാഷ്ട്രീയവും ഇതെല്ലാം കൂടെ ചേരുന്നതാണല്ലോ. അപ്പം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ വികസനത്തിലൂന്നി ക്ഷേമപ്രവർത്തനങ്ങൾ ഊന്നിയുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ഈ MLA സൂചിപ്പിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ കൊണ്ടുവന്നത് ആളുകൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ മാറ്റങ്ങളാണ്. അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഇത്തവണയും ചവറയിലെ വോട്ടർമാർ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.